കൂട്ടുകാരെ ഒരു 30-35 ആ റേഞ്ചിലൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ബൈക്ക് മൈലേജും അത്യാവശ്യം ഷോക്കപ്പും ലോങ്ങൊക്കെ പോകാൻ പറ്റുന്നൊരു സെറ്റപ്പൊക്കെ ഉള്ള അത്യാവശ്യം CC കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഹോണ്ടയുടെ ഒരു ബൈക്ക് ഉണ്ട് കേട്ടോ. ഹോണ്ട ഷൈൻ SP ആണ് കേട്ടോ. ഹോണ്ട സാധാ ഷൈനല്ല, ഷൈൻ SP ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം SP കണ്ടമാനം ഇറങ്ങുന്നുണ്ട്, പുതിയ മോഡൽ SP. ഇത് 2017 രജിസ്റ്റേർഡ് SP ആണ്. അപ്പോൾ ഈ വിശേഷങ്ങൾ കൂടുതൽ അറിയുന്നതിന് മുന്നേ നമ്മളെന്നും പറയാറുള്ളത് പോലെ തന്നെ ആ ലൈക്ക് ബട്ടനൊക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ. ബൈക്ക് അന്വേഷിച്ചെടുക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള അടിഭാഗത്തൊക്കെ സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. വിളിക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വിളിക്കാൻ ശ്രമിക്കണേ. പിന്നെ നല്ല വണ്ടികളാകുമ്പോൾ നല്ലോണം കച്ചവടം നടക്കുന്നുണ്ട് എന്നൊരു സന്തോഷവാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. ഇനി വാഹനത്തിൻ്റെ വിശേഷം 2016 മോഡലാണെങ്കിൽ കൂടി 2017 രജിസ്റ്റേർഡ് ആണ് കേട്ടോ. സിംഗിൾ ഓണറായിട്ടുള്ള കിടു ബൈക്ക്, നല്ല വൃത്തിയും വെടുപ്പായിട്ടൊക്കെ ഇരിക്കുക. നിങ്ങളിപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് പെയിൻറ്റിങ്ങിൻ്റേതായ യാതൊരു മിസ്റ്റേക്കും നമ്മൾ നോക്കിയിട്ട് കാണാനില്ല. ഇനിയിപ്പോൾ സൈലൻസറിൻ്റെ അവിടെ പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണുണ്ടോ, ഒക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ 2 അലോയ് വീലുകളുടെ ബാക്കിൽ നോക്കുമ്പോൾ കാണാണ്ട്. നോക്കൂ, ഷൈൻ SP ആണ് വണ്ടി. അപ്പോൾ പണ്ടത്തെ ഷൈനേക്കാളും മൈലേജും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പുതിയ ഷൈനൊക്കെ നന്നായിട്ട് സെയിലാവണ വണ്ടിയാണ്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾ എൻ്റെ കൂട്ടുകാരയിലൊക്കെ ഉള്ള ഒരുപാട് വണ്ടീൻ്റെ SP 125 ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടികളാണ്, നല്ല മൈലേജും ഉണ്ട്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അത് ഈ കാണുന്ന ടയർ കണ്ട, കടും പുത്തൻ ടയറാണ്. അടിപൊളിയായിട്ട് ഇരിക്കുന്ന കടും പുത്തൻ ടയറാണ് ഇരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ലെവൽ വശം നോക്കാനില്ല. അപ്പോൾ നല്ല ബൈക്ക് നോക്കണ ചുള്ളന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നോക്കിക്കോ, നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നത്. ഇവിടുത്തെ ടൈൽ ലാമ്പിൻ്റെ അവിടെ ഇൻഡിക്കേറ്റർ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാബ് റെയിലിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ, ചെളി കാര്യങ്ങൾ പെയിൻറ്റൊന്നും അവിടുത്തെ പോയിട്ടില്ല. ഇനി നമ്മുടെ കാല് വയ്ക്കുന്ന ഭാഗത്തെ സാരി കാർഡിൻ്റെ ഭാഗങ്ങളായാൽ പോലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു പക്ഷേ ചെറിയ രീതിയിൽ വല്ല ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവട്ടെ അവർ, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. ചെറിയ രീതിയിൽ നൈസായിട്ടൊക്കെ ടച്ചപ്പ്, ഈ ഗ്രാബ് റെയിലിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും. റീപെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല, നല്ല വൃത്തിയാക്കി കഴുകി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടാണ് ഉണർന്ന് വെച്ചതാണ്. അതിൻ്റെ ഒരു വൃത്തിയും വെടുപ്പൊക്കെ വണ്ടിയും ഉണ്ടാവും. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തായാലും വൃത്തിയും കൂടി ഒരു പ്രധാന ഘടകമാണല്ലോ. വൃത്തി ഉണ്ട് എന്ന് വെച്ചിട്ട് അതൊരു കംപ്ലൈൻ്റ് അല്ലല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഇനി വണ്ടിയിൽ കൂടുതൽ വിശേഷം അറിയാൻ പറ്റും. ഞാനെന്താ സ്റ്റാർട്ടാക്കി കാണിച്ചു തരാടാ. വണ്ടി ഇരിക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നുണ്ട്. 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2016 മോഡൽ 125 cc 5 ഗിയറുള്ള ബൈക്കാണ്. ഇതിൻ്റെ സ്പെയർ കീ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ വാറൻറ്റി കാർഡും കാര്യങ്ങളും ഉണ്ട്. പുതിയ ബാറ്ററിയാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ സ്പെയർ കീ അവൈലബിൾ ആണ്, ബാറ്ററി പുതിയതാണ്, പുതിയ ഇൻഷുറൻസ്. ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ ഇൻഷുറൻസ്, പിന്നെ ബാറ്ററിനെ കുറിച്ച് പറഞ്ഞ് പുതിയ ബാറ്ററി, പുതിയ പൊല്യൂഷൻ, പുതിയ ബാക്ക് ടയർ, പുതിയ സീറ്റ് കവർ, പുതിയ കാർബേറ്റർ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഓണർ വണ്ടി. ഇനി ഇതിൻ്റെ കിലോമീറ്റർ മാത്രമേ പറയാത്തുള്ളൂ ഞാൻ. 59,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി, ഈ സിംഗിൾ ഓണർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതുപോലെ വൃത്തിയും വെടുപ്പായിട്ടിരിക്കുന്ന അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടത് ഞാനിങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കി, ഒന്ന് നല്ല വണ്ടി കാണുമ്പോഴായാലും നമ്മളൊന്ന് ഓടിച്ച് നോക്കി, എനിക്ക് തോന്നാവുന്നൊരു ഭംഗി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ സ്റ്റമ്പിൽ ഈ താഴെ കാണുന്ന സ്റ്റമ്പിൻ്റെ അവിടെ ഓയിൽ സീൽ മാറ്റേണ്ടി വരും. ചെറിയ രീതിയിൽ ലീക്കാണ്, അതായത് കാര്യമായ ലീക്കല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇതൊക്കെ മാറാൻ ഒരു 500 രൂപ നിൽക്കുന്നത് തോന്നണം. ഈ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് കാണുന്നത്. ഒരു 500 വരെ പണി തന്നെയാണ് എനിക്ക് തോന്നണുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്ന് ഒരിക്കലും ഞാൻ ഒരു ഇടുന്ന വീഡിയോയിൽ ഞാൻ പറയില്ല. നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായി പരിശോധിച്ച് നോക്കിയതിന് ശേഷം മാത്രം വണ്ടിയുടെ ഡീലിങ്സും കാര്യങ്ങളും വില പേശി കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക. ചെറിയ പ്രൈസ് തന്നെയാണ് ആൾ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വില പേശിനും കൂടി ആകുമ്പോൾ മികച്ച വിലയിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതല്ലാത്ത തീരെ പൊട്ട വണ്ടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ കമൻറ്റിൽ ഇടാനായിട്ട് മറക്കണ്ട കേട്ടോ.
അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുവാണ്, 2016 മോഡലാണെങ്കിൽ 2017 രജിസ്ട്രേഡ് ആയിട്ടുള്ളൊരു വണ്ടി, സിംഗിൾ ഓണർ, ഹോണ്ട ഷൈൻ SP ആണ്. 5 ഗിയറാണ് വണ്ടിയിലുള്ളത്, 125 cc ആണ്. സിംഗിൾ ഓണർ വണ്ടി, 59,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, പുതിയ പൊല്യൂഷൻ, പുതിയ ബാക്ക് ടയർ, പുതിയ കവറ്, അതായത് കവറിന് സീറ്റ് കവറ്, പുതിയ കാർബേറ്റർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കംപ്ലൈൻറ്റ് എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് സ്റ്റെമ്പും അവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ഇനി വില പറയുന്നത് വെറും 32,000 രൂപ മാത്രമാണ്, നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി വരിക, കാണുക, ഓടിച്ച് നോക്കുക, പറഞ്ഞ പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വില പേശലും കാര്യങ്ങളും ചെയ്യുക. നല്ല പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളൊന്നും വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.